എന്താണ് അങ്ങനെ ചോദിച്ചത്? ഷാന, ഹലോ ചേച്ചി, സുഖാണോ? പ്ലേസ് എവിടാന്ന് ചോദിക്കുന്നു. ഷാന സുഖമായിട്ടിരിക്കുന്നു. ഇത് പ്ലേസ് കണ്ണൂരാണല്ലോ. എന്താണ് പുതിയ വിശേഷങ്ങൾ ഷാന? ഷാന പുതിയ ആളാണ് എൻ്റെ ചാനലിലെ പേര് ഞാൻ ആദ്യമായിട്ടാണ് വായിക്കുന്നത്. അപ്പം സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. വസന്ത് കുമാർ, ഹായ് വസന്ത് കുമാർ. ഷഹീർ ഷാ, ഹലോ, എവിടെ പ്ലേസ് എന്ന് ചോദിക്കുന്നു. ഇത് കണ്ണൂരാണല്ലോ ഷഹീർ ഷാ. എന്താണ് ചേട്ടാ മോഹൻലാൽ ചോദിക്കുന്ന ഡയലോഗ് എനിക്ക് ഓർമ്മ. എന്താണ് ദിനേശ, എന്താണ് മോനെ ദിനേശ നീ നന്നാവാത്തത് എന്ന് ചോദിക്കാൻ തോന്നുന്നു. ഇനി ഞാൻ പേര് വായിക്കുന്നില്ല. ലൈവ് 24 മ്യൂസിക്, ചേച്ചിയുടെ വെപ്പ് പല്ലാണോ? അല്ലല്ലോ മോളെ, വെപ്പ് പല്ലല്ല കേട്ടോ. പോൾ സാമുവൽ, ഓരോ കമന്റും താങ്കൾ അർഹമായ പരിഗണന കൊടുത്ത് താങ്കൾ വായിക്കുന്നുള്ളൂ. അതാണ് താങ്കളുടെ വിജയം. കീപ്പ് ഇറ്റ് അപ്പ് എന്ന് പറയുന്നത്. താങ്ക് യു പോൾ, താങ്ക് യു സോ മച്ച് കേട്ടോ. നിങ്ങളൊക്കെ ലൈവിൽ വന്ന് ഇതുപോലെ കമൻ്റ് ഇടുന്നതാണ് എനിക്ക് വായിക്കാൻ പറ്റുന്നത്. അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ എന്താ പറയണ്ടേ, എൻ്റെ എഫേർട്ടിനേക്കാളും കൂടുതൽ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വലുതായിട്ട് തോന്നുന്നത്. നിങ്ങൾ കമൻ്റ് ഇട്ടില്ലെങ്കിൽ എനിക്ക് വായിക്കാനൊന്നുമില്ല. നിങ്ങൾ വന്ന് കണ്ടില്ലെങ്കിൽ ഞാൻ എന്തോ വെറുതെ ലൈവിൽ വന്ന് ഇങ്ങനെ ഇരിക്കുന്ന പോലെ ആയിപ്പോൾ. അപ്പം നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ കമൻറ്റും നിങ്ങളുടെ ടൈമും വിലപ്പെട്ട ടൈമും ഒക്കെ എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത് ഒരുപാട് താങ്ക്സ് കേട്ടോ. പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല താങ്ക്സ്, എനിക്കറിയില്ല. എനിവേ താങ്ക് യു സോ മച്ച്. ഗോപകുമാർ മാവേലിക്കര, എവിടാണ് നാടെന്ന് ചോദിക്കുന്നു. ഗോപകുമാർ, ഇത് കണ്ണൂരാണ് കേട്ടോ. കണ്ണൂരാണ്. കണ്ണൂർ ചെറുപുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട് കേട്ടോ. വസന്തകുമാർ, തമിഴ പാസുഗ എന്ന് പറയുന്നു. വസന്തകുമാർ, തമിഴ് എനിക്ക് കൊഞ്ചം കൊഞ്ചം തെരിയും, ജാസ്തി എനിക്കറിയില്ല. അപ്പം ഞാൻ തമിഴിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് ഗ്രാമർ മിസ്റ്റേക്ക്. ഇതിക്ക് തമിഴിൽ എന്തോ പേസണം. ശിവനാഥ്, ഹായ് ശിവനാഥ് പുതിയ ആളാണോ? ചന്ദ്രഗിരി പ്രേംകുമാർ, കന്നഡയാണല്ലോ. കന്നഡ എനിക്ക് കുറച്ച് എന്തുവാ ഊട്ടായിത്ത അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ ചന്ദ്രഗിരി പ്രേംകുമാർ എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ എനിക്ക് അറിയില്ല കേട്ടോ, വായിക്കാൻ അറിയില്ല. രാജ്കുമാർ പട്ടേൽ, ഗുഡ് ഈവനിങ് എന്ന് പറയുന്നു. ഹായ് രാജ്കുമാർ, സുഖമെന്ന് കരുതുന്നു. ഹൗ ആർ യു ആർ ഫ്രം വെയർ? ജവാദ്, പെങ്ങളെ അത് ഞാൻ പോയിട്ട് വരാൻ കേട്ടോ, ഞാൻ ഷോപ്പിലാണ്. ബൈ ബൈ. ഓക്കെ ജവാദ്, താങ്ക് യു കേട്ടോ ജവാദ്. ടൈം വന്ന് സ്പെൻഡ് ചെയ്ത് മെസ്സേജ് ചെയ്ത് സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദി കേട്ടോ. താങ്ക് യു സോ മച്ച്. റഫീഖ് എൻ്റെ മെസ്സേജ് വായിക്കുന്നില്ല എന്ന് പറയുന്നു. റഫീഖിൻ്റെ മെസ്സേജ് ഞാൻ വായിച്ചു. എന്തേ റഫീഖ് എൻ്റെ മെസ്സേജ് വായിക്കുന്നില്ല, ഞാൻ പോകണമെന്ന് പറഞ്ഞു. ഐ ആം സോ സോറി റഫീഖിൻ്റെ മെസ്സേജ് ഇപ്പോഴാണ് ഞാൻ കണ്ടത്, എത്തി വരുന്നതേ ഉള്ളൂ. പുതിയ ആൾക്കാരാണ് എൻ്റെ ചാനൽ എല്ലാവരും. അപ്പോൾ എല്ലാവരും ഒന്ന് വെൽക്കം പറഞ്ഞ് വരാൻ ഇച്ചിരി സമയം എടുത്തു, അതുകൊണ്ടാണ് കേട്ടോ. പോവണ്ട, ടൈം ഉണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യൂ കേട്ടോ. ഗോപകുമാർ ഹലോ ഗോപകുമാർ, വെൽക്കം കേട്ടോ. ചാനൽ പുതിയ ആളാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ശ്രീഹരി സുനിൽ, ഹായ്. പ്രജി, ഇതിപ്പോൾ എന്താ ചേച്ചി, എവിടെ പരിപാടി എന്ന് ചോദിക്കുന്നു. ഇത് പരിപാടിയൊന്നുമില്ല, യൂട്യൂബിൻ്റെ ലൈവാണ് പ്രജി. ഇത് കണ്ണൂരാണ്, യൂട്യൂബ് ലൈവാണ്. എൻ്റെ പേര് സിൽജ എന്നാണ്. സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പുതിയ ആളാണ് ചാനലെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ലൈവ് ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോലെ കേട്ടോ. മിസ്റ്റർ സപ്രാണോ, സിൽജ ഓർമ്മ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അയ്യോ, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ പേരിനിടയ്ക്ക് ഞാൻ പക്ഷെ ആദ്യമായിട്ട് വായിക്കുന്ന പോലെയാണല്ലോ തോന്നുന്നേ. ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ തോന്നുന്നു പേര്. സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈവ് ലൈക്ക് ചെയ്യാനും ചാനൽ വിസിറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഷഹീർ ഷാ, ഹായ് ഷഹീർ. ഗോപകുമാർ മാവേലിക്കര, ഹായ്. മിസ്റ്റർ സപ്രാണോ, നമ്മൾ ഒന്നിച്ച് പഠിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അയ്യോ, എവിടാണ് പഠിച്ചത് പറയൂ. എന്താണ് പഠിച്ചത്? ഒരുമിച്ച് നേഴ്സിങ്ങോ എന്താണ്? എവിടാണ് പഠിച്ചത് പറയൂ. സപ്രാണോ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന പേരിൽ എൻ്റെ കൂടെ ആരും പഠിച്ചായിട്ട് ഞാൻ ഓർക്കുന്നില്ല. പേര് പറയൂ. നൈഷ, ഹായ്. നിജേഷ് ചാലശ്ശേരി, വീട് എവിടെ ചേച്ചി ചോദിക്കുന്നത്. ഇത് കണ്ണൂരാണല്ലോ. കണ്ണൂർ ചെറുപുഴയാണ് കേട്ടോ. നിജീഷ് ചാലംചേരി, എൻ്റെ വീട് കണ്ണൂരാണ്. കണ്ണൂർ ചെറുപുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. റഫീഖ്, ഹായ് ചേച്ചി. റഫീഖ് ഫ്രം ഇരിക്കൂർ. റഫീഖ് ഇരിക്കൂർ എന്ന് പറയുന്നു. വീണ്ടും ലൈവ് എനിക്ക് മെസ്സേജ് വായിക്കാൻ പറ്റാണ്ട് ഇതാകുന്നു, കാണാൻ പറ്റുന്നില്ല കേട്ടോ. നിങ്ങളുടെ മെസ്സേജ് വായിക്കാൻ പറ്റുന്നില്ല.
ഗോപകുമാർ മാവേലിക്കരയുടെ മെസ്സേജ് വരെ എത്തിക്കഴിഞ്ഞിട്ട് എനിക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല.